ചേച്ചി എന്തോ പണിക്കാർ ഉപയോഗിച്ച കല്ല് മൂലക്കല്ലാന്ന് പറയാൻ കാരണം എന്താ ചേച്ചി? ഇങ്ങോട്ട് വാ. അതെന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു, ഒരു കൽപ്പണിക്കാരൻ ഒരു കൊത്തുപണിക്കാരൻ. ആ കൊത്തുപണിക്കാരൻ ഏതൊരു കല്ല് കണ്ടാലും അദ്ദേഹത്തിന് ആ കല്ല് മനോഹരമായ ശില്പം ഉണ്ടാക്കുന്ന പരിപാടി. എന്തോരം കല്ല് എവിടെയൊക്കെ കല്ലുണ്ടായാലും അദ്ദേഹത്തിന് വിരല് അതിൽ പതിപ്പിക്കും. മനോഹരമായിട്ടുള്ള ഒരു ശില്പം ഉണ്ടാക്കും. പക്ഷേ അദ്ദേഹത്തിന് ഒരു തൃപ്തി വരില്ല. ആളിൽ ലോകം മൊത്തമെങ്ങും എല്ലാവർക്കും ഏത് കല്ലിനെയും ആ ശില്പമാക്കി മനോഹരമായ ശില്പമാക്കും. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇങ്ങനെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു കല്ല് കാണും. അതിന് ഭംഗിയില്ല, പിന്നെന്താ പറയുക, അത്ര സുഖമില്ല. അങ്ങനത്തെ ഒരു കല്ല് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ആ കല്ല് വാങ്ങാനും വല്ല കൊത്ത് പണികൾ നടത്തി കഴിഞ്ഞാൽ കല്ലപ്പോൾ കേടാവണമൊക്കെ കല്ലാണ്. അങ്ങനെ അയാൾ ആ കല്ലെടുത്തു. അയാൾക്ക് അങ്ങനെ ആ കല്ലുമ്പോൾ ഒരു ശില്പാക്കാൻ തോന്നണം. പക്ഷേ അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തോട് കുറേ ആൾക്കാർ പറയും ആ കല്ലെടുക്കരുതെന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് ആ കല്ല് വേണം, ഞാനതിനെ ശില്പാക്കിക്കൊണ്ടെന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ കുറേ ശില്പികൾ പറയും അയ്യോ അത് നിനക്ക് മെനക്കേടാണ്, നീ ആ കല്ലെടുത്താലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടൊന്നും ശില്പാക്കാൻ പറ്റില്ല, പൊട്ടിപ്പൊളിഞ്ഞ ഒരു കല്ലാണ്. പക്ഷേ ഇയാൾക്ക് ഗവനിക്കില്ല. ഇയാളുടെ ആ കല്ല് കൊണ്ട് എന്നിട്ട് കുറേ ദിവസങ്ങളോളം ആ കല്ലുമ്പോൾ പണിയെടുക്കും. അങ്ങനെ ഇരിക്കെ ആളുടെ പണി കഴിയും. ഇതുവരെ അദ്ദേഹം ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ലൊരു കല്ലല്ല ശില്പം എന്ന് പറയുന്നത് അതാ. ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ പറയും കഥയുടെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ആ കല്ലിന് നമ്മളറിയാത്ത ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിൽ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ നമ്മൾ ഓരോരുത്തരും മാറ്റി നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ മാറ്റി നിർത്തലിൽ നിന്ന് ആ കല്ലിനെ ഒരു ശില്പമാക്കി എടുക്കുക എന്നതാണ് ആ കൊത്തുപണിക്കാരൻ ചെയ്തത്. ഈ കഥയുടെ ഉള്ളടക്കം എന്ന് വെച്ചാൽ നമ്മൾ ആർക്കും വേണ്ടാണ്ട് നമുക്കുള്ളില്ല, നമുക്ക് ടാലൻ്റ് നമുക്ക് ഒന്നിനും കഴിയില്ല എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ കളഞ്ഞ കല്ല്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം, നല്ല എനർജറ്റിക്കായിട്ട് നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളതിനെ നല്ലോണം അധ്വാനിച്ച് ഉയർത്തിക്കൊണ്ടുവരാം. അപ്പോൾ അത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ ഒരു ശില്പമാണ്. അതാണ് ചെയ്യേണ്ടത്.